അസ്സലാമലൈക്കും. അപ്പോൾ ഞാനപ്പോൾ ലേറ്റ് വീഡിയോ ഇടണമെന്ന് എനിക്കറിയാം. സോ നമുക്കിപ്പോൾ ഇപ്പോൾ വൈറലായിട്ട് കൊണ്ടിരിക്കുകയല്ലേ മറ്റേ അഖിൽ NRD അവരുടെ വൈഫ് പോയിട്ടുണ്ട് അല്ലേ, ഒളിച്ചോടി പോയിട്ടുണ്ട്. കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ ഫസ്റ്റ് ഒന്നും വിശ്വസിച്ചില്ല, ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നൊക്കെ തോന്നി. കാരണം ഇത്രയും ഫേമസ് ആയ ഒരാൾ, ഇത്രയും അവൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് ശരിക്കുള്ളൊരു കാരണമാണ്, റീസൺ ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഫേക്കല്ല, ഇത് റിയൽ ആണെന്നൊക്കെ മനസ്സിലായത്. സോ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ ഇടണോ വേണ്ടോ എന്നൊക്കെ ചിന്തിച്ചു. പിന്നെ എല്ലാവരും ഇടുന്നുണ്ട്. സോ ഇപ്പം എനിക്കും കുറച്ചെന്തെങ്കിലും പറയണം തോന്നി. കാരണം ഇത്രയും മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഉള്ള ആൾക്കാർ, മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ, യൂട്യൂബിൽ അത്രയും ഏൺ ചെയ്യുന്ന ആൾക്കാർ, പിന്നെ സിനിമകൾ ചെയ്യുന്നുണ്ട്. സോ നന്നായിട്ട് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് റിച്ചായിട്ടുള്ള ആൾക്കാർ, ഫിനാൻഷ്യലി നന്നായിട്ട് ഏൺ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഒരു ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് ഒരു വൈഫിന് വേണ്ടത് ശരിക്കും ഫെയിമോ അല്ലെങ്കിൽ പൈസയോ അല്ലെങ്കിൽ കുറച്ച് നല്ല സ്വത്തോ മുതലോ അല്ലെങ്കിൽ കുറച്ച് നല്ല വീടോ കാറോ ഒന്നും അല്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനൊരു വൈഫാണ്. അപ്പം എനിക്കും അറിയാം നമുക്ക് വേണ്ടതും കെയറിങ്, ലവ്, ഷെയറിങ്, ഇതൊക്കെ തന്നെയാണ് ഒരു വൈഫിന് ഏറ്റവും കൂടുതൽ വേണ്ടതും. ഇനിയിപ്പോൾ ആരുടെ മേലെ തെറ്റെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം രണ്ടാളുടെ ഭാഗത്തു നിന്നും ശരിയാണോ തെറ്റാണെന്ന് ഇതുവരെ ഒന്നും റിവീൽ ആയിട്ടില്ല. ജസ്റ്റ് എനിക്കിങ്ങനൊരു, നമ്മളെപ്പോഴും ഒരു പെണ്ണിനെ മാത്രം അവൾ ചെയ്ത തെറ്റാണ്. കാരണം ഇത്രയും പെട്ടെന്ന് തന്നെ ചെയ്തത് ഭയങ്കര തെറ്റാണ്. ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല, ഭയങ്കര തെറ്റ് തന്നെയാണ്. കാരണം ഒരു ഹസ്ബൻഡ് ഇപ്പം എത്ര മോശമുള്ള ഒരാളാണെങ്കിലും നമ്മൾ അവൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിട്ട് പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം പെട്ടെന്ന് എടുത്തിട്ട് വേറൊരാളുടെ കൂടെ പോകാമെന്ന് പറഞ്ഞത് ഭയങ്കര തെറ്റ് തന്നെയാണ്. നമ്മളൊരിക്കലും അത് ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരു കാര്യമാണ്. അവൾ ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷേ ഇതുവരെ ഇപ്പം സത്യം എന്താ റീസൺ എന്നൊക്കെ ഇപ്പോൾ എന്താ റീസൺ എന്നിപ്പോൾ എല്ലാവരും അറിഞ്ഞാലും ഇല്ലെങ്കിലും അവൾ ഒരാളോട് പോയി, അത് ഭയങ്കര തെറ്റാണ്. ഇനി ആ ഒരു ഭാഗമൊന്നും ആർക്കും പോളിഷ് ചെയ്യുന്ന വീഡിയോ ഒന്നും ചെയ്തില്ല, ഹൗസ് വീഡിയോ ഒന്നും അത്ര അധികം ഒന്നും ചെയ്തില്ല. സോ ഒന്ന് എനിക്ക് ഫുൾ യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും കാണുന്നത് മൊത്തം അഖിൽ NRD ഒരു വൈഫ് ഒളിച്ചോടി പോയി, അതൊക്കെയായിരുന്നു. സോ ഞാൻ അധികം ഫസ്റ്റൊന്നും ഞാൻ വിശ്വസിച്ചില്ല ഇത് ചിലപ്പോൾ ഫേക്കാണോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ ഇന്നത്തെ കാലത്ത് നമ്മൾ യൂട്യൂബിൽ കാണുന്നതോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ന്യൂസോ ഒന്നും നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. പകുതി ഫേക്കായിരിക്കും, പകുതി റിയൽ ആയിരിക്കും. സോ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ മനസ്സിലായി അത് റിയൽ ആണെന്ന്. സോ എൻ്റെ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ലാസ്റ്റായിട്ട് വരുന്നത് തോന്നണു. സോ കാണാത്തവരല്ലേ, ഇഷ്ടപ്പെട്ട വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ അഖിൽ NRD, ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫെയിമിനോ അല്ലെങ്കിൽ ഫെയിമിനോ അല്ലെങ്കിൽ ക്യാഷിനോ അല്ലെങ്കിൽ വീടിനോ വാഹനങ്ങൾക്കോ ഒന്നുമല്ല. അവർ വേറെന്തൊക്കെയോ ഷെയറിങ്, കെയറിങ്, ലവ്, അങ്ങനെ സംഭവം കുറേ ഉണ്ട്. അപ്പോൾ ഇവളെന്തുകൊണ്ടാണ് പോയതെന്ന് ആർക്കും അറിയില്ല. ഇതുവരെ റിവീലൊന്നും ചെയ്തിട്ടില്ല, എന്താ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഒരാളിരിക്കുക വേറൊരാളുടെ കൂടെ പോവുക, അതൊന്നും ഇത്രയും ഫേമസ് ആയ ഒരാൾ, മില്യൺ ഫോളോവേഴ്സ്, മില്യൺ വ്യൂസ്, നന്നായിട്ട് ഏൺ ചെയ്യുന്ന ഒരാളുടെ വൈഫായിട്ട് ഇരിക്കുക ഒരാളുടെ കൂടെ പോയിരിക്കുന്നു. അതെന്താ റീസൺ എന്ന്, തെറ്റ് തന്നെയാണ്. ഒരു വൈഫും ചെയ്യാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഭർത്താവ് ഇങ്ങനത്തെ ഒരാളാണെങ്കിലും ഏത് സിറ്റുവേഷനിലായിട്ടുള്ള ആളാണെങ്കിലും നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. ഡിവോഴ്സ് ചെയ്തിട്ട് നമുക്ക് മാറിയിരിക്കാം. അതിന് കുറ്റം ആരും പറയില്ല. കാരണം ആ ഹസ്ബൻഡ് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഡിവോഴ്സ് ചെയ്തു, അങ്ങനെ ഇരിക്കുക. പക്ഷേ ഒരാളുടെ കൂടെ പോവുക, ഒരാൾ ഇരിക്കുന്ന സമയത്ത് ഒരാളുടെ കൂടെ പോകുമ്പോൾ ആ വൈഫ് തന്നെയാണ് തെറ്റ്. അത് ആരും ന്യായീകരിക്കാനില്ല. ഇപ്പം അവൾ എന്തൊക്കെ അനുഭവിച്ചു എന്ന് പറഞ്ഞാലും, എന്തൊക്കെ ട്രോമ അനുഭവിച്ചു എന്ന് പറഞ്ഞാലും, ഒരു രാത്രിയിൽ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക. ഞാനതിൻ്റെ വീഡിയോ അതിൽ താഴെയിടാം. രാത്രി ഇട്ട നൈറ്റിയോടെ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവുക, അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റിയ ഒരു കാര്യമേ അല്ല. സോ ഇത്രയും വലിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന വീഡിയോസൊക്കെ അത്രയും വൈറലായിട്ടിരിക്കുന്ന ആൾക്കാർ, രണ്ടാളും ഒരുപാട് സ്നേഹമുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം മനസ്സിലായി
റീൽസ് അല്ല ജീവിതം, റിയൽ ലൈഫ് വേറെയാണ്. നമ്മൾ റീൽസിൽ കാണുന്ന ജീവിതം ഒന്നും ജീവിതമല്ല. നമ്മളിപ്പോൾ ആരുടെങ്കിലൊക്കെ റീൽസ് കണ്ടിട്ട് നമ്മൾ അതുപോലെ ആവാനൊന്നും ശ്രമിക്കേണ്ട. റീൽസിൽ കാണുന്ന ജീവിതമേ അല്ല ജീവിതം. നമ്മുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ വൈഫ്, നമ്മുടെ മക്കൾ ഇങ്ങനെ വഴക്കില്ലാത്തൊരു ബന്ധമേ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വഴക്കുണ്ടാവും, സർവ്വസാധാരണമാണ്. പക്ഷെ അതിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെയും ലൈഫ് നന്നായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയും മുന്നോട്ട് പോവുക. അല്ലാതെ ഇങ്ങനെ വേറെ ഒരാളിനെ കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ വേറെ ഒരാളുടെ കൂടെ പെട്ടെന്ന് എടുത്ത് പോവുക എന്ന് പറയുന്നത് ഭയങ്കര തെറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നി ആ പെണ്ണിൻ്റെ അടുത്ത് തന്നെയായിരിക്കും തെറ്റ്. കാരണം ഇവൻ ഇങ്ങനെയൊന്നും ചെയ്തില്ല. അഖിൽ NRD എന്ന് പറയുന്ന ഒരാൾ യൂട്യൂബറാണ്. അയാളുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് നല്ലൊരു മനുഷ്യനെ പോലെ തോന്നുന്നു. എനിക്കറിയില്ല, പേഴ്സണലി എനിക്കൊന്നും അറിയില്ല. ആ വൈഫിൻ്റെ കാര്യം എനിക്കറിയില്ല, ഹസ്ബൻഡിൻ്റെ കാര്യം അറിയില്ല. എന്നാലും സമൂഹത്തിൽ നിന്ന് വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വൈഫിൻ്റെ അടുത്ത് തന്നെയാണ് തെറ്റ്. കാരണം അവൾ ഒളിച്ചോടി പോയത് തന്നെയാണ്. അത് വേറൊരാളിലൂടെ പോയി. പിന്നെ വെറും കൈയോടെയൊന്നുമല്ല പോയത്. വീഡിയോ കണ്ടാൽ നമുക്കറിയാം കൈ നിറയെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അവളുടെ കല്യാണത്തിന് നിറയെ സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുത്തതാണ്. സ്വർണം, പിന്നെ ഒരു കാര്യം, സ്വർണം കണ്ടിട്ടും സ്വർണം കണ്ടിട്ട് അല്ലെങ്കിൽ പെണ്ണിൻ്റെ അവളുടെ ഫാമിലി നല്ല റിച്ച് ഫാമിലിയാണ്. അമ്മ എന്തോ ടീച്ചറും അച്ഛനെന്തോ അഡ്വക്കേറ്റൊക്കെയാണ്. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ ഇവൻ പിന്നെ നല്ല ഫേമസ് ആയ ഒരു യൂട്യൂബറാണ്, അതെല്ലാവർക്കും അറിയാം. പിന്നെ പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല മനസ്സെന്ന് പറഞ്ഞു വെച്ചാൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കണോ എന്നുള്ളത് നമുക്ക് ബാധകമല്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു മനസ്സാക്ഷി ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിലൊരു സ്നേഹം ഉണ്ടല്ലോ. നമ്മൾ ഏത് സിറ്റുവേഷനിലും നമുക്കത് ഇരിക്കാൻ പറ്റും എന്നൊരു നമ്മുടെ ഹസ്ബൻഡിനെ കുറിച്ചിട്ടും നമ്മുടെ നല്ലൊരു പെൺകുട്ടികളുടെ ഇന്നത്തെ കാലത്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നല്ല പെൺകുട്ടികളും കിട്ടുകയാണെങ്കിൽ ആ ഹസ്ബൻഡ്സൊക്കെ ലക്കിയാണ് എന്നാണ് ഞാൻ പറയുള്ളൂ. പിന്നെ സ്വത്ത് കണ്ടിട്ടും സ്വർണം കണ്ടിട്ടും ഭംഗി കണ്ടിട്ടൊന്നും പെണ്ണുങ്ങളുടെ പിന്നാലെ പോവാതിരിക്കുക. നല്ല കുട്ടികൾ നമ്മുടെ ലൈഫിൽ കിട്ടുമെങ്കിൽ നമ്മുടെ കൂടെ എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടിയും ഇരിക്കാൻ കിട്ടുന്ന ഒരു ലൈഫ് പാർട്ട്ണറിനെ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും ഭയങ്കര അനുഗ്രഹമായിട്ട് കാണുക. അവനെ നന്നായി നോക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഫേമസോ പണമോ പൈസയോ സ്വർണ്ണമോ ഒന്നും അല്ല എന്ന് പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ മനസ്സിലാക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ.